is 70% water. And 30% land. But the entire sky belongs to us. മുനീർ റഡ്ഫ ഇറാഖ് എയർബേസിലെ സമർത്ഥനായ പൈലറ്റായിരുന്നു. ഖസിമിന്റെ അട്ടിമറിക്ക് ശേഷം MiG-21 യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കുന്ന ഏക ഇറാഖി യൂണിറ്റിൽ സേവനം തുടരാൻ പുതിയ ഭരണകൂടം വിശ്വാസമർപ്പിച്ചിരുന്ന 5 പൈലറ്റുമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. കൽദായ കത്തോലിക്ക സഭയുടെ അസീറിയൻ അനുയായി ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ ഒരു പരാതി പോലും പറയിപ്പിക്കാതെ വിമാനം പറത്തിയ വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ 1966 ഓഗസ്റ്റ് 16 ആ പ്രഭാതത്തിൽ മൊസൂളിലെ എയർബേസിൽ നിന്ന് പാതി നിറഞ്ഞ ഫ്യൂവൽ ടാങ്കുമുള്ള MiG-21 എന്ന വിമാനം പറപ്പിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു. ഹൃദയം ഒരു അടുപ്പ് പോലെ പുകയുകയായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന ആശങ്കയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. ഇന്നേ ദിവസം ഒരു സാധാരണ ദിവസമല്ല. ഇന്നത്തെ പറപ്പിക്കൽ സാധാരണ പോലെയുള്ള പറപ്പിക്കലുമല്ല. അദ്ദേഹത്തിന് അക്കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും മനസാന്നിധ്യം വീണ്ടെടുത്ത് തൻ്റെ കർത്തവ്യത്തിൽ പൂർവാധികം ശക്തിയോടെ മുഴുകാനാണ് അദ്ദേഹം തയ്യാറായത്. വിമാനമിതാ റൺവേ പൂർത്തിയാക്കി ആകാശത്തിലേക്ക് പറന്നു പൊങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള വഴി കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ പിന്തിരിയാൻ ഇനി തയ്യാറായിരുന്നില്ല. മുന്നോട്ട് അദ്ദേഹം സ്വയം പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ഇറാഖിന്റെ റഡാർ ദൃഷ്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉയരം മാറ്റിയും വേഗം കൂട്ടിയും ചിലപ്പോഴൊക്കെ കുറച്ചുമായിരുന്നു മുന്നോട്ടുള്ള ആ പറക്കലിനിടയിൽ വിമാനത്തിന്റെ ദിശ മാറിയപ്പോൾ ഉടൻ തിരികെ നിശ്ചിത റൂട്ടിലേക്ക് പ്രവേശിക്കണമെന്ന സന്ദേശം മുനീറിന് ലഭിച്ചു. വേഗം തന്നെ ഇറാഖ് എയർബേസിൽ നിന്നുള്ള സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന റേഡിയോ അദ്ദേഹം ഓഫ് ചെയ്തു. എവിടെയെങ്കിലും ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ അത് തന്നെ മാത്രമല്ല കുടുംബത്തിന്റെയും ജീവൻ എടുക്കുമെന്ന് മുനീറിന് അറിയാമായിരുന്നു. ജോർദാനും സിറിയയും പിന്നിട്ട് ഇസ്രായേലിന്റെ റഡാറിൽ MiG-21 പതിഞ്ഞപ്പോൾ അപകടഘട്ടം തരണം ചെയ്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇസ്രായേൽ വ്യോമപഥം കണ്ടപ്പോൾ മുനീറിന് ആശ്വാസവുമായി. ഇങ്ങനെയൊരു ആകാശ സഞ്ചാരം മുന്നോട്ട് പോകുമ്പോൾ മുനീറിനെയും MiG-21 വിമാനത്തെയും കാത്ത് മറ്റൊരു കൂട്ടർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇസ്രായേൽക്കാരായിരുന്നു. ഒരു അതിഥിയെ കാത്തിരിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ. അപ്പോൾ അവരെ തേടി മുനീറിന്റെ സന്ദേശം എത്തി. ഞാൻ എത്തി. ടെല്ലവീവിന് സമീപമുള്ള എയർബേസിൽ MiG-21 പതുക്കെ ലാൻഡ് ചെയ്തു. ഇസ്രായേൽ സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. MiG-21 വിമാനവും അത് പറത്തിയ മുനീർ റഡ്ഫാനും ഇസ്രായേലിന്റെ ഭാവിയുടെയും സുരക്ഷയുടെയും പ്രതീകവും ഉറപ്പുമായി മാറിയ നിമിഷമായിരുന്നു അത്. മുനീർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ കയ്യടികൾ കൊണ്ട് അവിടം മുഖരിതമായി. മുനീർ റഡ്ഫായുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ സുരക്ഷിതനായിരിക്കുന്നു, എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അതിനോട് കൂട്ടിച്ചേർത്തത് ഇപ്രകാരമാണ്: ഇത് പുതിയൊരു ചരിത്രമാണ്. അതെ, ഇതൊരു പുതിയ ചരിത്രമാണ്. ഇറാഖിന്റെ MiG-21 വിമാനം ഒരു ഇറാഖ് പൗരൻ തന്നെ അപഹരിച്ച് ഇസ്രായേലിൽ എത്തിച്ച ചരിത്രം. ഇങ്ങനെയൊരു അപഹരണത്തിന് പിന്നിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരുന്നത്? അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ഒരു വിമാന റാഞ്ചലിലൂടെ യുദ്ധങ്ങൾ തന്നെ ഇല്ലാതായ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ വിജയപ്രദമായ മറ്റൊരു ഓപ്പറേഷന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓപ്പറേഷൻ ഡയമണ്ടിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ലോകം രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിനും യുദ്ധവീര്യത്തിനും സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്ന കാലമായിരുന്നു 1960കളുടെ തുടക്ക കാലഘട്ടം. അമേരിക്കയും പാശ്ചാത്യ ശക്തികളും അടങ്ങുന്ന ഒരു വിഭാഗവും സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും അടങ്ങുന്ന മറുവിഭാഗവുമായിരുന്നു ഈ പോരാട്ടത്തിൽ കക്ഷി ചേർന്നിരുന്നത്. ആര് ജയിക്കും ആരെ തോൽപ്പിക്കും എന്ന രീതിയിൽ
ശക്തമായ മത്സരം എല്ലാ മേഖലകളിലും അക്കാലത്ത് വ്യാപിച്ചിരുന്നു. ഈ മത്സരമാകട്ടെ കേവലം രാഷ്ട്രീയ ചർച്ചകളിലോ സാമ്പത്തിക കരാറുകളിലോ മാത്രമല്ല, ആയുധങ്ങൾ, സാങ്കേതിക വിദ്യകൾ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും ഉണ്ടായിരുന്നു. ഇതിൽ സോവിയറ്റ് യൂണിയന്റെ തുറുപ്പ് ചീട്ട് MiG-21 എന്ന യുദ്ധവിമാനം ആയിരുന്നു. സോവിയറ്റ് വിമാന നിർമ്മാണ വിഭാഗമായ മിഖായേൽ ഗുറേവിച്ച് എന്നതിന്റെ ചുരുക്കപ്പേരായിരുന്നു മിഗ് എന്നുള്ളത്. ആകാശ ആധിപത്യം ഉറപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ടിരുന്ന സോവിയറ്റ് യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും ഭീകരൻ MiG-21 ആയിരുന്നു. ശീതയുദ്ധകാലത്ത് സൈനിക ശക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു സോവിയറ്റ് യൂണിയൻ. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കെതിരെ പോരാടാനും മത്സരിക്കാനും ഏറ്റവും ലളിതവും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ വിമാനങ്ങളാണ് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചിരുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു MiG-21 എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട ജെറ്റ് യുദ്ധവിമാനങ്ങളിൽ ഒന്നായി മാറാനുള്ള വിധിയും ഈ വിമാനത്തിന് ലഭിച്ചു എന്നത് മറ്റൊരു കഥയാണ്. സ്ഥിതിഗതികൾ ഇങ്ങനെ പോകുമ്പോൾ മറ്റൊരിടത്ത് മറ്റു ചില സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അത് ഇസ്രായേലും ഇറാഖും തമ്മിൽ ആയിരുന്നു. ചെറിയൊരു രാഷ്ട്രമായിട്ടാണ് ഉദയം ചെയ്തിരുന്നത് എങ്കിലും ഇസ്രായേലിന് ചുറ്റും ശത്രുക്കളുടെ പട തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇറാഖ്, സിറിയ, ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒന്നു മാത്രം ആയിരുന്നു: ഇസ്രായേലിനെ ഇല്ലാതാക്കുക. ഈ വൻശക്തികൾ ഒരുമിച്ച് നിന്ന് തങ്ങൾക്കെതിരെ പോരാടിയപ്പോൾ അതിനെ അതിജീവിച്ച് നിൽക്കുക എന്നത് ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണെന്ന് ഇസ്രായേലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അപ്പോഴേക്കും ഇറാഖ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് MiG-21 യുദ്ധവിമാനങ്ങൾ സ്വന്തം എയർഫോഴ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇസ്രായേൽ ശരിക്കും പരിഭ്രമിച്ചു പോയ നാളുകളായിരുന്നു അത്. കാരണം ഇസ്രായേലിന്റെ വ്യോമശക്തി തുലോം കുറവായിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ വിമാനങ്ങളാണ് മിലിറ്ററി ആവശ്യത്തിനായി ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നത്. ഫ്രാൻസുമായുള്ള സൗഹൃദ ഫലമായിട്ടാണ് മിറാഷ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ പിന്നീട് ഇസ്രായേലിന് ലഭിക്കുന്നത്. പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് സോവിയറ്റ് യൂണിയൻ വിമാനങ്ങൾ നൽകാറുമുണ്ടായിരുന്നു. MiG-21 പോലെയുള്ള വിമാനങ്ങൾ ആകാശ യുദ്ധത്തിൽ നിർണായകമാണ് എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിന്റെ നിർമ്മാണ രഹസ്യം അറിയാനായിരുന്നു അമേരിക്കയുടെ ആഗ്രഹം. ഇസ്രായേൽ സൈനിക മേധാവികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ആശങ്കകൾ MiG-21നെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു. ആ വിമാനം എന്താണ്? അതിന്റെ ശക്തി എത്രത്തോളമാണ്? അതിനെതിരെ നമ്മുടെ സാങ്കേതിക വിദ്യ എങ്ങനെ പ്രതിരോധിക്കും? ഈ ചോദ്യങ്ങളായിരുന്നു അവർ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നത്. ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ എന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വന്തമാക്കിയ വിമാനത്തിന്റെ സാങ്കേതിക വശങ്ങളും നിർമ്മാണ രഹസ്യങ്ങളും ഏതു വിധേനയും വശത്താക്കിയേ തീരുവെന്ന് ഇസ്രായേൽ തീരുമാനമെടുത്തത് ഇത്തരമൊരു സാഹചര്യത്തിലായിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ വിമാന നിർമ്മാണം നടത്തിയിരുന്നത്. ഉപയോഗശൂന്യമായവ പോലും തിരികെ വാങ്ങുന്ന തരത്തിലുള്ള കരാറിലായിരുന്നു സോവിയറ്റ് യൂണിയൻ മറ്റു രാജ്യങ്ങൾക്ക് വിമാനങ്ങൾ നൽകിയിരുന്നത്. ഈജിപ്തിന് 34, സിറിയയ്ക്ക് 18, ഇറാഖിന് 10 വീതമാണ് MiG വിമാനങ്ങൾ സോവിയറ്റ് യൂണിയൻ നൽകിയിരുന്നത്. ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിവുള്ളതായി ഒരേ ഒരു കൂട്ടരെ മാത്രമേ ഇസ്രായേൽ കണ്ടെത്തിയുള്ളൂ. അത് മറ്റാരും ആയിരുന്നില്ല, മൊസാദ് ആയിരുന്നു. തീയിൽ കുരുത്തതാണ് മൊസാദ്. ഏതൊരു വെയിലത്തും അത് വാടുകയുമില്ല. ഏത് പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും സമർത്ഥമായി നേരിടുന്ന പാരമ്പര്യമാണ് മൊസാദിനുള്ളത്. മൊസാദ് ഏറ്റെടുത്തിട്ട് പരാജയപ്പെട്ടു പോയ ദൗത്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ MiG-21 രഹസ്യം കണ്ടുപിടിക്കാൻ ഏറ്റവും സമർത്ഥർ മൊസാദ് തന്നെയാണ് എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയും ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുകയുമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ധീരരായും അത്ര തന്നെ അപകടകാരികളായും അറിയപ്പെട്ടിരുന്ന മൊസാദ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ രഹസ്യ ദൗത്യത്തിലേക്ക് ആത്മാഭിമാനത്തോടും വിജയമെന്ന സ്വപ്നം കണ്ടും അങ്ങനെ പ്രവേശിക്കുകയായിരുന്നു. പക്ഷേ അത് പറയും പോലെ അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. MiG-21 വിമാനം ഏത് വിധേനയും കൈവശപ്പെടുത്തിയാൽ മാത്രമേ അതിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ആകൂ. അതെങ്ങനെ സാധിച്ചെടുക്കും? മാനുഷികമായി നോക്കുകയാണ് എങ്കിൽ അതൊരു അസാധ്യമായ കാര്യമായിരുന്നു. പക്ഷേ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യം എന്നൊരു വാക്കില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് മൊസാദിന്റെ രീതി. ആത്മവിശ്വാസമില്ലാത്തവർ വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരിക്കാൻ ന്യായീകരണങ്ങൾ നിരത്തി ഒഴിഞ്ഞു മാറും. ഓരോ പരാജയങ്ങൾക്കും കാരണം കണ്ടെത്തി സ്വയം ആശ്വസിക്കുകയും ചെയ്യും. പക്ഷേ മൊസാദിന്റെ വഴി അങ്ങനെയല്ല. സാധാരണ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മറിച്ച് ആരും ചെയ്യാൻ മടിക്കുന്നതും മറ്റുള്ളവർ ചെയ്യാൻ ഭയക്കുന്നതുമായ കാര്യങ്ങൾ നെഞ്ചുറപ്പോടെ ചെയ്യാനാണ് മൊസാദിന് താല്പര്യം. ഓപ്പറേഷൻ ഡയമണ്ടിന് പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു അവർ ചെയ്തത്.
അതിന്റെ ഭാഗമായി ഇറാഖ് എയർഫോഴ്സിലെ ഓരോ പൈലറ്റിനെ കുറിച്ചും മൊസാദ് പഠിക്കാൻ ആരംഭിച്ചു. അവരുടെ ജീവിത ശൈലി, മതപശ്ചാത്തലം, കുടുംബ സാഹചര്യം, വ്യക്തിപരമായ താല്പര്യങ്ങൾ, രാഷ്ട്രീയ നിലപാട്, ജീവിത കാഴ്ചപ്പാട് എല്ലാം കൃത്യമായി നിരീക്ഷണ വിധേയമാക്കി. അവരിൽ ഒരാളെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ MiG-21 കാര്യത്തിൽ കടമ്പകൾ കടക്കുക താരതമ്യേന നിഷ്പ്രയാസമായിരിക്കും എന്ന് മൊസാദിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നീണ്ട നാളത്തെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ, വിലയിരുത്തലുകൾ അങ്ങനെ പോകുന്നു. ഇസ്രായേലിനോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഇറാഖിന്റെ രീതികളോട് വിയോജിപ്പുകളുള്ള ഒരേ ഒരാൾ, അതാണ് മൊസാദിന് വേണ്ടത്. അങ്ങനെ ഒരാളെ കിട്ടുകയാണ് എങ്കിൽ ആ വ്യക്തിയെ ഏതു വിധേനയും സ്വാധീനിച്ച് MiG-21 കൈക്കലാക്കുകയും അത് തങ്ങളുടെ രാജ്യത്തെത്തിച്ച് MiG-21 കുറിച്ചുള്ള സമസ്ത വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതായിരുന്നു മൊസാദ് മനസ്സിലാക്കിയിരുന്നത്. അതിനായി മൊസാദ് കണ്ടെത്തിയത് ജീൻ തോമസ് എന്ന വ്യക്തിയെയായിരുന്നു. $10 ലക്ഷം ഇസ്രായേലിലേക്ക് വിമാനം പറത്താൻ തയ്യാറുള്ള ഒരു പൈലറ്റിനെ കണ്ടെത്തുക എന്നതായിരുന്നു ജീൻ തോമസിന്റെ കടമ. അയാൾ അതിനുവേണ്ടി കണ്ടെത്തിയതാകട്ടെ ഈജിപ്ഷ്യൻ പൈലറ്റ് ആബിദ് ഹന്നയെയും. പക്ഷേ എന്തു ചെയ്യാൻ, ഹന്ന ഇക്കാര്യം ഇറാഖ് അധികാരികളെ അറിയിച്ചു. ഫലമോ തോമസും പിതാവും മറ്റു 3 പേരും സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ സർവീസിന്റെ പിടിയിലായി. ചുമത്തപ്പെട്ട കുറ്റമാകട്ടെ ചാരവൃത്തിയും. തോമസും 2 പേരും 1962 ഡിസംബറിൽ തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടു. മറ്റ് 3 പേർക്ക് ജീവപര്യന്തം തടവും ലഭിച്ചു. ഇങ്ങനെ ശ്രമങ്ങളെല്ലാം വിഫലമായിക്കൊണ്ടിരിക്കുമ്പോഴും മൊസാദ് നിരാശരാകാതെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഏറെ മാസങ്ങൾ നീണ്ടുനിന്ന വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ മൊസാദ് ഒരാളെ കണ്ടെത്തി. 10 വയസ്സ് മുതൽ മരോനൈറ്റ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജോലിക്കാരനായിരുന്ന യൂസഫ് എന്ന ജൂത ഇറാഖിയായിരുന്നു മൊസാദിന് ഒരു കച്ചിത്തുരുമ്പായി മാറിയത്. യൂസഫിന്റെ കാമുകിയുടെ സുഹൃത്ത് വിവാഹം ചെയ്തിരുന്നത് ഒരു ഇറാഖി പൈലറ്റിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മുനീർ റഡ്ഫ. നമ്മൾ തുടക്കത്തിൽ കണ്ട അതേ ആൾ തന്നെ. മൊസാദ് അദ്ദേഹത്തിൽ ചില അനുകൂലമായ ഘടകങ്ങൾ കണ്ടെത്തി. കുർദുകളോടുള്ള ഇറാഖിന്റെ നയത്തിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിൽ മുനീർ അസ്വസ്ഥനായിരുന്നു. സ്വാഭാവികമായും ഇറാഖ് വിടാൻ സന്നദ്ധതയുള്ള ഒരാളാണ് മുനീർ എന്ന് മൊസാദിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചു. മുസ്ലിം മേൽക്കോയ്മയ്ക്കിടയിൽ കടുത്ത വിവേചനം അദ്ദേഹം നേരിടുന്നുമുണ്ടായിരുന്നു. തന്മൂലം ഒറ്റപ്പെടലിലൂടെയും അസ്വസ്ഥതകളിലൂടെയുമായിരുന്നു അയാൾ കടന്നുപോയിരുന്നതും. ഇറാഖിന്റെ ഭാഗമായി നിലനിൽക്കുമ്പോഴും ഇറാഖ് ന്യൂനപക്ഷമായ ക്രൈസ്തവരോട് കാണിക്കുന്ന പല ക്രൂരതകളും വ്യക്തിപരമായി മുനീറിനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരു വനിതാ മൊസാദ് ഏജന്റാണ് മുനീറിന്റെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. അവൾ മുനീറുമായി സൗഹൃദത്തിലായി. ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ താൻ അനുഭവിക്കുന്ന വിവേചനങ്ങൾ അദ്ദേഹം അവളുമായി പങ്കുവച്ചു. അതിനിടയിൽ ഏജന്റിന് ഒരു കാര്യം മനസ്സിലായി. ഇറാഖുകാരൻ ആണെങ്കിലും ഇസ്രായേലികളോട് ആരാധന പുലർത്തുന്ന വ്യക്തി കൂടിയാണ് മുനീർ. മുനീർ തങ്ങൾക്ക് അനുയോജ്യനായ ഒരു വ്യക്തിയാണ് എന്ന് കണ്ടെത്തിയതോടെ മൊസാദ് അടുത്ത പടിയിലേക്ക് കടക്കുകയായിരുന്നു. ഇടനിലക്കാരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മൊസാദിന്റെ തന്ത്രങ്ങൾ. ഒരിക്കലും നേരിട്ട് മുനീറുമായി ഇടപെടാതിരിക്കാനും അവർ തുടക്കത്തിൽ ശ്രമിച്ചിരുന്നു. മനഃശാസ്ത്രപരമായ സമീപനമായിരുന്നു മൊസാദ് ഇവിടെ കൂടുതലായും നടത്തിയിരുന്നത്. നിന്റെ കുടുംബം ഇവിടെ സുരക്ഷിതമല്ല, നിനക്കൊരു ഭാവി ഇവിടെയില്ല. നീയും കുടുംബവും ഇസ്രായേലിലേക്ക് ചെന്നാൽ ഭാവി സുരക്ഷിതമായിരിക്കും, നിനക്ക് സുരക്ഷയും സമ്പത്തും കിട്ടും. ഇസ്രായേലിന്റെ ഭാഗമായി നിന്നാൽ നിനക്ക് എല്ലാവിധത്തിലും ഉയർച്ചയുണ്ടാകും. ഈ വിധത്തിലായിരുന്നു മൊസാദിന്റെ സമീപനങ്ങൾ. നിരന്തരമായ ഇത്തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് മുനീറിന്റെ മനസ്സിലും ചാഞ്ചാട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒടുവിലാണ് മൊസാദ് തങ്ങളുടെ കൃത്യമായ ലക്ഷ്യം വെളിപ്പെടുത്തിയത്. ഇറാഖിന്റെ യുദ്ധവിമാനമായ MiG-21 കവർന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവരിക. ആ ആവശ്യം കേട്ടപ്പോൾ മുനീർ ഞെട്ടിപ്പോയി. പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഒരു രാജ്യത്തിന്റെ മുൻനിര യുദ്ധവിമാനം കവർന്നുകൊണ്ട് ശത്രു രാജ്യത്തിലേക്ക് പറത്തിക്കൊണ്ടു പോവുക നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടാൽ തന്നെ പിടികൂടുകയും വധിക്കുകയും ചെയ്യും. മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ കുടുംബവും ശിക്ഷിക്കപ്പെടും. മുനീറിന് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു യെസ് ഓർ നോ പറയാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. പക്ഷേ മൊസാദ് അപ്പോഴും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. മൊസാദ് കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങളെയും കുടുംബത്തെയും ഇസ്രായേൽ സംരക്ഷിച്ചുകൊള്ളും. മൊസാദ് വാക്ക് നൽകി. അതനുസരിച്ച് മുനീറും മൊസാദ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. മുനീറിന് $1 മില്യൺ ഇസ്രായേൽ പൗരത്വവും മുഴുവൻ സമയ ജോലിയുമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഭാര്യയും 2 കുട്ടികളും മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നവരെ ഇറാഖിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള മുനീറിന്റെ ആവശ്യവും മൊസാദ് അംഗീകരിച്ചു കൊടുത്തു. കുർദിഷ് ഗറില്ലകളുടെ സഹായത്തോടെ ഇറാനിലേക്ക് കടന്ന് അവിടെ നിന്ന് അവൾ പിന്നീട് ഇസ്രായേലിലേക്ക് ചേക്കേറുകയുണ്ടായി.
വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടു. അതിന്റെ അവസാനമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുനീർ MiG-21 വിമാനം ഇറാഖിന്റെ വ്യോമ അതിർത്തി ഭേദിച്ച് ഇസ്രായേൽ വ്യോമപാതയിലേക്ക് പ്രവേശിച്ചതും ഒടുവിൽ വിജയ ശ്രീലാളിതനായി ഇസ്രായേൽ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുകയും ചെയ്തത്. മൊസാദ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇസ്രായേലിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എയർബേസിൽ പ്രത്യേക സൈനിക സംഘം സജ്ജവുമായിരുന്നു. റഡാർ സംവിധാനങ്ങൾ തയ്യാറാക്കപ്പെട്ടിരുന്നു. MiG-21 പറന്നു വരുമ്പോൾ അതൊരു ആക്രമണമായി തെറ്റിദ്ധരിച്ച് പ്രത്യാക്രമണം നടത്താതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അതീവ രഹസ്യമായിട്ടാണ് മൊസാദ് ഈ ഓപ്പറേഷൻ നടത്തിയത്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇതേക്കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവിധത്തിലുമുള്ള പഴുതുകൾ അടച്ച് എല്ലാ സജ്ജീകരണങ്ങളും നടത്തി ഇസ്രായേൽ കാത്തിരിക്കുമ്പോഴായിരുന്നു MiG-21 ആയി മുനീർ പറന്നിറങ്ങിയത്. അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. വിമാനത്തിന്റെ ഇന്ധന പരിമിതി, ഇടക്കാലത്ത് പിടിക്കപ്പെടാനുള്ള സാധ്യത, അയൽ രാജ്യങ്ങളിലെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എല്ലാം വലിയ പ്രതിസന്ധികളായിരുന്നു. എന്നാൽ മൊസാദ് ഓരോ ഘട്ടവും കൃത്യമായി കണക്കാക്കി തടസ്സങ്ങൾ നേരിടാനുള്ള സകല മാർഗങ്ങളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതുകൊണ്ട് മാത്രമാണ് മുനീറിന് അതിൽ വിജയിക്കാൻ സാധിച്ചത്. മുനീർ സ്വന്തം ജീവൻ പണയം വെച്ചുള്ള പോരാട്ടമാണ് നടത്തിയത് എന്നതാണ് വാസ്തവം. പക്ഷേ ആ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ വലയങ്ങളും മൊസാദ് ക്രമീകരിച്ചിട്ടും ഉണ്ടായിരുന്നു. മൊസാദിന്റെ വിജയമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. മറ്റേതൊരു രഹസ്യാന്വേഷണ ഏജൻസിക്കും ചെയ്ത് നടപ്പിലാക്കി വിജയിപ്പിക്കാൻ കഴിയുന്നതിനും ഏറെ സാമർഥ്യത്തോടെയാണ് മൊസാദ് ഇതെല്ലാം നടപ്പിലാക്കിയത്. MiG-21 ഇസ്രായേൽ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയതോടെ ആ രാജ്യത്തിന്റെ സൈനിക ചരിത്രം മറ്റൊരു ദിശയിലേക്ക് തിരിയുകയായിരുന്നു. MiG-21 ഇസ്രായേലിൽ എത്തിച്ചേർന്ന നിമിഷം മുതൽ അത് വെറും ഒരു യുദ്ധവിമാനം അല്ലാതെയുമായി. ലോകത്തിലെ ഏറ്റവും സൂക്ഷ്മമായ സൈനിക രഹസ്യങ്ങളിലൊന്നായി അത് മാറുകയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ അഭിമാനമായി കരുതപ്പെട്ടിരുന്ന യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യ പാശ്ചാത്യ ലോകത്തിന്റെ കൈകളിൽ എത്തിച്ചേരുകയായിരുന്നു. മൊസാദ് അതിനെ സ്വർണ്ണഖനി എന്നാണ് വിശേഷിപ്പിച്ചത്. അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ആയുധ രഹസ്യം അതോടെ അനാവൃതമാക്കപ്പെടുകയായിരുന്നു. എഞ്ചിൻ, ആയുധ സംവിധാനം, റഡാർ വേഗത, ഉയർച്ച, പൈലറ്റിംഗ് സംവിധാനങ്ങൾ എന്നുവേണ്ട ഓരോ ചെറിയ ഭാഗവും വിദഗ്ധർ വിശദമായി പഠിച്ചു. ലോകം മുഴുവൻ ഭീതിയോടെ നോക്കിയിരുന്ന ആ യുദ്ധവിമാനത്തെ സംബന്ധിച്ച് എല്ലാ രഹസ്യങ്ങളും അങ്ങനെ ഇസ്രായേലിന്റെ കൈകളിലെത്തി. ഇസ്രായേൽ പൈലറ്റുമാർക്ക് MiG-21 പറത്തലിൽ പ്രത്യേക പരിശീലനം ലഭിച്ചു. വിമാനത്തിന്റെ ശക്തിയും കുറവുകളും ഇസ്രായേൽ പൈലറ്റുമാർ മനസ്സിലാക്കുകയും ചെയ്തു. ഈ വിമാനത്തിന് എത്ര വേഗതയിൽ ഉയരാൻ കഴിയും, എത്ര വേഗത്തിൽ എത്തുമ്പോൾ നിയന്ത്രണം നഷ്ടമാകും, ഏത് കോണിൽ നിന്ന് ആക്രമിച്ചാലാണ് അത് വീഴ്ത്താനാകുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ ലഭിച്ചു. അറബ് രാഷ്ട്രങ്ങളുടെ വ്യോമസേനയുടെ ആത്മവിശ്വാസം അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഓപ്പറേഷൻ ഡയമണ്ടിലൂടെ പിൽക്കാലത്ത് വിപ്ലവകരമായ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചു. അത് ഇസ്രായേലിന് മാത്രം ലഭിച്ച നേട്ടങ്ങളായിരുന്നില്ല, ലോകം മുഴുവനും തന്നെ അതുവഴിയായി നേട്ടങ്ങളുണ്ടായി. 1960കളുടെ അവസാനത്തിൽ തന്നെ ഇന്ത്യ ഈ വിമാനം സ്വന്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ബംഗ്ലാദേശ് യുദ്ധത്തിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ വിമാന സേനയുടെ ചരിത്രത്തിൽ MiG-21 നിർണായകമായ പങ്കുവഹിച്ചു. പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെ നേരിടാൻ MiG-21 വലിയ കരുത്തായി മാറി. സാങ്കേതികമായി ലളിതമായിട്ടും MiG-21 വളരെ വിശ്വാസ്യതയുള്ളതും വേഗതയേറിയതുമായിരുന്നതിനാൽ പുതിയതായി സ്വാതന്ത്ര്യം നേടിയ സാമ്പത്തിക ശേഷി ഇല്ലാത്ത പല രാജ്യങ്ങൾക്കും ഇത് സ്വന്തമാക്കാൻ കഴിഞ്ഞു. MiG-21 രഹസ്യാന്വേഷണത്തിനും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിനും വലിയ പ്രാധാന്യം പുലർത്തി. MiG-21 വെറും ഒരു യുദ്ധവിമാനം മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ സൈനിക രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ചിഹ്നമായി പരിണമിച്ചു. ഇസ്രായേൽ പിന്നീട് ആ വിമാനം അമേരിക്കയിലേക്ക് എത്തിച്ചു. CIA-യും US എയർഫോഴ്സും MiG-21 അഴിച്ച് പഠിച്ചു. ശീതയുദ്ധകാലത്ത് അമേരിക്കയ്ക്ക് ഏറെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ MiG-21 സാധിച്ചു. MiG-21 താരതമ്യം ചെയ്ത് തങ്ങളുടെ വിമാനങ്ങളുടെ കഴിവും ശേഷിയും അവർ വർദ്ധിപ്പിച്ചു. ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള വിമാനം എന്ന നിലയിൽ MiG-21 ഉപയോഗിക്കപ്പെട്ടു. വിയറ്റ്നാം യുദ്ധം ഉൾപ്പെടെയുള്ള മറ്റ് സംഘർഷങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് MiG-21 ഏറെ പ്രയോജനപ്രദമാവുകയും ചെയ്തു. MiG-21 കുറിച്ചുള്ള മുൻ പരിചയം ഇസ്രായേലിന് അപാരമായ നേട്ടം നൽകി. ചെറിയൊരു രാഷ്ട്രമായ ഇസ്രായേൽ വൻ സൈനിക ശക്തികളോട് പോരാടാൻ മാത്രം ഓപ്പറേഷൻ ഡയമണ്ടിന്റെ വിജയം അവർക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകി. മൊസാദിന്റെ ഏറ്റവും വിജയകരമായ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ ഡയമണ്ട് എന്നാണ് ചരിത്രം ഇതേക്കുറിച്ച് പറയുന്നത്. കാരണം ഒരു യുദ്ധത്തിന്റെ വിധി തന്നെ മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. MiG-21 തട്ടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ആ യുദ്ധവിമാനത്തിന്റെ സാധ്യതകൾ മുഴുവൻ ഇറാഖ് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുമായിരുന്നു.
അത് ഒഴിവായി കിട്ടി എന്നതാണ് ഇതിന്റെ പിന്നിലെ മറ്റൊരു പ്രയോജനം. എന്നാൽ ഇതിന്റെ മറുവശം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയൻ വലിയ പ്രതിസന്ധിയിലായി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനത്തിന്റെ പേരിൽ മേനി നടിച്ചിരുന്ന അവരുടെ അഹങ്കാരം തവിടുപൊടിയായി മാറി. വിമാനം സംബന്ധിച്ച എല്ലാ രഹസ്യ വിവരങ്ങളും ശത്രുക്കൾ കൈക്കലാക്കിയതിന്റെ ജാള്യത അവരെ വേട്ടയാടി. അറബ് ലോകത്തിനും ഈ സംഭവം പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായി. ഒരു പൈലറ്റ് തങ്ങളെ എങ്ങനെയാണ് ദ്രോഹിച്ചത് എന്നും എങ്ങനെയാണ് തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇത്രയും ബലഹീനമായത് എന്നുമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുകയുണ്ടായി. പല ഉദ്യോഗസ്ഥരും സംശയ വിധേയരായി മാറി. പലരുടെയും പദവികൾ തെറിച്ചു. ഭയവും സംശയവും നിരാശയും അവർക്കിടയിൽ ഉടലെടുത്തു. ഓപ്പറേഷൻ ഡയമണ്ടിന്റെ വിജയത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ ലോകത്തിന്റെ രാഷ്ട്രീയ സൈനിക തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇറാഖ്, സിറിയ, ഈജിപ്ത് തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഏറെക്കാലം ആശ്രയിച്ചിരുന്നത് സോവിയറ്റ് നിർമ്മിത MiG-21 യുദ്ധവിമാനങ്ങളിലായിരുന്നു. അത് അവരുടെ തോൽപ്പിക്കാനാവാത്ത ആയുധമെന്ന വിശ്വാസം അവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകിയിരുന്നു. എന്നാൽ ഒറ്റ ദിവസത്തെ സംഭവത്തോടെ ആ അഭിമാനം തന്നെ അങ്ങ് ചിതറിപ്പോയി. ഈ സംഭവ വികാസങ്ങളിലെല്ലാം പരോക്ഷമായി പങ്കുവഹിച്ച മുനീറിന് എന്ത് സംഭവിച്ചു എന്നുകൂടി അറിയേണ്ടതുണ്ട്. തന്റെ കുടുംബത്തോടൊപ്പം ഇസ്രായേലിൽ സുരക്ഷിത ജീവിതം നയിച്ചുവെങ്കിലും മാതൃരാജ്യം രാജ്യദ്രോഹിയായി അദ്ദേഹത്തെ മുദ്രകുത്തി. വധിക്കപ്പെടേണ്ടവനായി അവർ അദ്ദേഹത്തെ വിധിച്ചു. പക്ഷേ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അദ്ദേഹം ഒരു നായകനായിരുന്നു. എങ്കിലും കുറ്റബോധം ആത്മസംഘർഷമായി അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നിരിക്കണം. ഒരു ഭാഗത്ത് ചാരനും മറുഭാഗത്ത് വീര നേതാവുമായി അവരോധിക്കപ്പെടുന്നതിന്റെ വൈരുദ്ധ്യം അദ്ദേഹത്തെ ആത്മസംഘർഷത്തിലേക്ക് നയിക്കുകയും ജീവിതാവസാനം വരെ അത് അദ്ദേഹത്തെ വേട്ടയാടിയെന്നും ചില കുറിപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ കുടുംബം സുരക്ഷിതമാണെന്ന തിരിച്ചറിവ് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തിരിയെങ്കിലും മനസമാധാനം നൽകിയത്. 1998 ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത്. മുനീറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പിൽക്കാലത്തിൽ ഹോളിവുഡ് സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്റ്റീൽ ദ സ്കൈ എന്നാണ് അതിന്റെ പേര്. ജോൺ ഡി ഹാൻകോക്ക് സംവിധാനം ചെയ്ത് മാരിയൽ ഹെമിംഗ്വേയും ബെൻ ക്രോസും അഭിനയിച്ച ഈ സിനിമ പുറത്തിറങ്ങിയത് 1988 കോഡ് മാർഗങ്ങളിലൂടെയായിരുന്നു മൊസാദും മുനീറും തമ്മിലുള്ള ഇടപാടുകൾ നടന്നിരുന്നത്. മൊസാദിന് അയച്ച കത്തുകളിലെ ചില സൂചനകളിൽ നിന്നാണ് ഇക്കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. ആശുപത്രി, പെൻസിലിൻ തുടങ്ങിയവയായിരുന്നു മുനീർ ഉപയോഗിച്ച രഹസ്യവാക്കുകൾ. ആശുപത്രി എന്നത് കിർകുക്ക് എയർബേസും പെൻസിലിൻ എന്നാൽ മിഗ് വിമാനവും ആയിരുന്നു. 1963 ഓപ്പറേഷൻ ഡയമണ്ടിന് തുടക്കം കുറിക്കപ്പെട്ടത്. പക്ഷേ 1966 മാത്രമേ അത് ലക്ഷ്യം കൈവരിച്ചുള്ളൂ. എങ്കിലും ഈ വർഷം അത്രയും അവർ നിരന്തരം ശ്രമിച്ചു. പരാജയങ്ങൾ അവരെ പിന്തിരിപ്പിച്ചില്ല. വെല്ലുവിളികൾ മനസ്സ് മടുപ്പിച്ചുമില്ല. ധൈര്യം, കൃത്യത, മനഃശാസ്ത്ര യുദ്ധം, ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി ആവിഷ്കരണം ഇവ ഒന്നിച്ചാൽ അസാധ്യമായ ഒന്നും ഇല്ല എന്ന സന്ദേശമാണ് മൊസാദ് ലോകത്തിന് ഇതിലൂടെ നൽകിയത്. ഇസ്രായേൽ എയർഫോഴ്സ് ഈ വിമാനത്തിന് പിന്നീട് 007 എന്ന് പുനനാമകരണം നടത്തി. സാങ്കേതിക വിദ്യ പഠിച്ച് മനസ്സിലാക്കാനായി അമേരിക്കയ്ക്ക് MiG-21 കൈമാറിയെങ്കിലും ഇസ്രായേൽ 1982 അത് തിരികെ വാങ്ങി. ഇപ്പോൾ ആ വിമാനം IAF മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ഡയമണ്ടിന്റെ വിജയത്തിന് ശേഷം ഒരു വർഷം പൂർത്തിയാക്കിയ വേളയിൽ മാത്രമാണ് മൊസാദ് ഇതിന് പിന്നിലുള്ള തങ്ങളുടെ പങ്ക് വെളിപ്പെടുത്തിയുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുനീറിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന നിലപാടായിരുന്നു ആദ്യകാലങ്ങളിൽ മൊസാദ് സ്വീകരിച്ചിരുന്നത്. പിന്നീടാണ് മൊസാദ് ഓപ്പറേഷന്റെ ഫലമായിട്ടാണ് വിമാന റാഞ്ചൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ ഡയമണ്ട് നടന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. MiG-21 അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള യുദ്ധവിമാനങ്ങൾ പലതും പിൽക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ MiG-21 പ്രസക്തി ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ഓപ്പറേഷൻ ഡയമണ്ട് ലോക രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അധ്യായങ്ങളിലൊന്നായി മാറിയിട്ടുമുണ്ട്. യുദ്ധം എന്നത് ബോംബിങ്ങും വെടിവെപ്പും മാത്രമല്ല എന്നും അതൊരു രഹസ്യ പദ്ധതിയാണെന്നും ഓപ്പറേഷൻ ഡയമണ്ടിലൂടെ വ്യക്തമാക്കപ്പെടുകയായിരുന്നു. മൊസാദ് ഇന്നും ഇക്കഥയെ ഏറെ അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. തങ്ങൾ ചെയ്ത ഏറ്റവും ധീരമായ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് അവർ ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡയമണ്ട് വെറും ഒരു ഓപ്പറേഷൻ അല്ല, അതൊരു പാഠമാണ്. ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഏറ്റവും അപകടകരമായ വഴികളിലൂടെ നടക്കേണ്ടി വരുമെന്നും ധൈര്യവും ബുദ്ധിയും ചേർന്നാൽ അസാധ്യമായി തോന്നിയ കാര്യങ്ങളും സാധ്യം ആകുമെന്നുമുള്ള പാഠമായിരുന്നു ഇതിലൂടെ അവർ പകർന്നു നൽകിയത്.